ആരാധകരെയും സിനിമാ പ്രേമികളെയും മലയാളി പ്രേക്ഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന റണ്ണ് തന്നെയാണ് തുടരുമെന്ന ചിത്രം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 31 ദിവസം കഴിഞ്ഞപ്പോഴും തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ഷനപ്പുറം തിയേറ്ററുകളിൽ കൂട്ടുന്ന ജനസാഗരത്തെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ജനത്തിരക്ക് തിയേറ്ററിൽ അനുഭവപ്പെട്ടത് തുടരുമെന്ന ചിത്രത്തിനാണെന്ന് കൂടി ഓർക്കണം. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് ആരാധകരും എത്തിയിരുന്നു. 5-ാമത്തെ ഞായറാഴ്ച 31-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും തുടരുമെന്ന ചിത്രം നേടിയത് 1.10 കോടിക്ക് മുകളിലാണ്. ഓൾ കേരള ഇപ്പോൾ കളക്ഷൻ 117 കോടി എത്തി നിൽക്കുന്നുവെന്നാണ് ട്രാക്കർമാർ നൽകുന്ന കണക്കുകൾ. ഉടനെ തന്നെ 120 കോടി എന്നത് കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം പോലെ തുടരുമെന്ന ചിത്രം എഴുതി ചേർക്കും. 50 കോടി ഷെയർ കളക്ഷൻ എന്ന മൈൽ സ്റ്റോണിലേക്ക് ഉടൻ തന്നെ തുടരുമെന്ന ചിത്രം എത്തുന്നു എന്നതും പറയുന്നു. അപ്പോഴാണ് ഈ ചിത്രത്തെ ഇനി ഏത് ചിത്രം മറികടക്കും? പല ചിത്രങ്ങൾക്കും സാധിക്കും, പല നടന്മാർക്കും സാധിക്കും. എന്നാലും എക്സാക്ട്ലി അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും. അടുത്ത 3 വർഷത്തിനുള്ളിൽ തുടരും കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് മറികടക്കാൻ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കുറഞ്ഞത് 65 ലക്ഷം ഫുട്ഫോൾസ് എങ്കിലും ലഭിക്കണം എന്നതാണ്. 65 ലക്ഷം പ്രേക്ഷകരെ ഒരു സിനിമയിലേക്ക് ആകർഷിക്കണമെങ്കിൽ അത് ഏത് നടന് കഴിയും എന്നതാണ്. ഈ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. മോഹൻലാൽ യഥാർത്ഥ ക്രൗഡ് പുള്ളർ ആണെന്ന് പറയുമ്പോഴും മറ്റു ചില നടന്മാർക്കും ഇത്രയും ജനങ്ങളെ ഒരു തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? ഇപ്പോഴുള്ള പ്രേക്ഷകരോട് ചോദിച്ചാൽ ദുൽഖർ സൽമാന്റെ പേര് എടുത്തു പറയുന്നത് കാണാം. എന്നാൽ ദുൽഖർ സൽമാൻ ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആദ്യദിന പ്രേക്ഷകരുടെ ഒഴുക്ക് അതിന്റെ ഒരു സൂചന നൽകുന്നുണ്ട്. എക്സ്ട്രാ പോസിറ്റീവ് കിട്ടിയ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെതായി വന്നാൽ നമുക്ക് ഈ ഒരു കണക്കിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും തെളിയിക്കേണ്ടതുണ്ട് ദുൽഖർ സൽമാൻ എന്ന നടൻ. കഴിഞ്ഞ 25 വർഷത്തിന്റെ മോഹൻലാൽ ഒഴികെ മറ്റൊരു മോളിവുഡ് നടനും ആ നേട്ടം കൈവരിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. ഈ 65 ലക്ഷത്തിന് മുകളിലുള്ള ഫുട്ഫോൾസ് ഒരു സിനിമയ്ക്ക് തരുന്ന രീതിയിൽ വേറെ നടനും ഉണ്ടായിട്ടില്ല. അത് മോഹൻലാലിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രീവിയസ് സിനിമകൾ പോലും ഇത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുടരുമെത്തുമ്പോൾ ഈ 65 ലക്ഷം എന്നത് 70 കഴിഞ്ഞു. ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നടന് മോഹൻലാലിന്റെ ഈ റെക്കോർഡ് മറികടക്കണമെങ്കിൽ ടിക്കറ്റ് വിലയിൽ ഇരട്ടി വർധന സംഭവിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ മോഹൻലാലിന്റെ ഈ റെക്കോർഡ് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും. അത് ടിക്കറ്റ് വില കൂടണം. അത് കൂടിയാൽ സംഭവിക്കും. പക്ഷേ ഈ 65 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരെയാണ് തിയേറ്ററിൽ ഏതൊരു നടനാണോ ആ നടൻ എത്തിക്കേണ്ടത്. എന്നാലേ ആ റെക്കോർഡ് മറികടക്കാൻ സാധിക്കൂ എന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ വെച്ചുള്ള പറച്ചിൽ. ഏതാണ്ട് 4.5 മില്യൺ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം തുടരുമെന്ന ചിത്രം വിറ്റിരിക്കുന്നത്. 31 ദിവസത്തെ കണക്കുകളാണ് അവർ എടുത്തു കാണിച്ചിരിക്കുന്നത്. 31-ാം ദിവസം തുടരുമെന്ന ചിത്രം പല തിയേറ്ററുകളിലും ഗംഭീര ജനപ്രവാഹമാണ് ഉണ്ടാക്കിയത്. വടകര CNC അശോക തിയേറ്ററിലെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാരൊക്കെ എത്തിയിരുന്നു. 70 ലക്ഷത്തിന് മുകളിലുള്ള ഫുട്ഫോൾസ് നടത്തിയ 3 ചിത്രങ്ങളാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് നരസിംഹം, മറ്റൊന്ന് പുലിമുരുകൻ, പിന്നെ ഇപ്പോൾ തുടരുമെന്ന ചിത്രം. ഇത്രയും സിനിമകളും മോഹൻലാലിന്റേതാണ്. അതാണ് മോഹൻലാൽ ചരിത്രത്തിൽ എഴുതി ചേർത്തതും. ഇത് മറികടക്കാൻ മറ്റൊരു നടന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി സാധിച്ചാലേ ഈ പല റെക്കോർഡുകളും തന്റെ പേരിലേക്ക് എഴുതി ചേർക്കാൻ പറ്റുകയുള്ളൂ. അവിടെയാണ് പല നടന്മാർക്കും തെളിയിക്കാനുള്ളതും. കൂടാതെ 56 ദിവസത്തിനുള്ളിൽ മോഹൻലാൽ എന്ന നടൻ കേരള തിയേറ്ററിലേക്ക് എത്തിച്ചത് 1.27 കോടി പ്രേക്ഷകരെയാണ്. അതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ്. ഏതാണ്ട് 200 കോടിയുടെ ഗ്രോസ് ആണ് ഇതിലൂടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം മോഹൻലാൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊരു ഓൾ ടൈം റെക്കോർഡാണ്. കേരള ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയ റെക്കോർഡായി ഇത് മാറിക്കഴിഞ്ഞു. ഈ കണക്കുകൾ കൂടി ഈ അവസരത്തിൽ അവർ എടുത്തു പറയുകയാണ്. എന്നാലും ചില നടന്മാർക്ക് മോഹൻലാലിന്റെ ഈ റെക്കോർഡ് മറികടക്കാൻ സാധിക്കും എന്ന് ചിലരും വ്യക്തമാക്കുന്നുണ്ട്. കാരണം അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അവർ പറയുന്നത് തുടരും കേരള ഗ്രോസ് 2016-ലെ പുലിമുരുകൻ ഗ്രോസ് പോലെ മാക്സിമം പൊട്ടൻഷ്യൽ ആണെന്ന് തോന്നുന്നില്ല എന്നതാണ്. കാരണം പുലിമുരുകൻ എന്ന സിനിമ അത്ര വലിയ ഹൈപ്പിലും പോസിറ്റീവ് റെസ്പോൺസിലുമാണ് കേരള ബോക്സ് ഓഫീസിൽ റൺ നടത്തിയത്. തുടരും അത്ര വലിയ ഹൈപ്പിലല്ല വന്നത്. അതുകൊണ്ട് പതുക്കെയാണ് ചിത്രത്തിന്റെ ഗ്രോസ് നടന്നതും. എന്നാൽ തുടരുമെന്ന ചിത്രത്തിന് ഓവർ ഹൈപ്പും ഓവർ പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിരുന്നെങ്കിൽ എന്നതും കൂടി ഓർക്കുകയാണ്. പക്ഷേ ഈ സിനിമയല്ല, ഇനി വരാൻ പോകുന്ന പല സിനിമകൾക്കും അത് സാധിച്ചേക്കുമെന്നുകൂടി അവർ ഓർക്കുന്നു. എന്നാൽ പുലിമുരുകന്റെ ആ മാക്സിമം പൊട്ടൻഷ്യലിൽ എത്തിയിട്ടില്ല തുടരുമെന്ന ചിത്രം. 150 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ കാലിബർ ഉണ്ട് ഈ ചിത്രത്തിന്. 120 കോടിക്ക് മുകളിൽ എന്തായാലും തുടരും നേടുമെങ്കിലും ഒരു ഹൈപ്ഡ് മോഹൻലാൽ പടം വിത്ത് പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു യൂത്ത് ട്രെൻഡ് സെറ്റർ പടത്തിന് അടുത്ത 3 വർഷത്തിനുള്ളിൽ എടുക്കാൻ കഴിയുന്ന ഫിഗറാണ് ഇത്. മുരുകൻ 2016-ൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ 100 കോടി അടിക്കാൻ സാധ്യതയുള്ള സിനിമയായിരുന്നു. നോട്ട് നിരോധനം പണി തന്നില്ലേൽ അത് നേടുകയും ചെയ്തേനെ. അത് പക്ഷേ മോഹൻലാലിന്റെ ഹൈപ്ഡ് പടം വിത്ത് പോസിറ്റീവ് ടോക്ക് കൂടാതെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. 2016-ൽ 85 കോടി നേടിയ മാർക്കറ്റിൽ 2025-ൽ 170 കോടി അന്യായ റേഞ്ചുള്ള ഫിഗറാണെന്ന് പറയാൻ കഴിയില്ല എന്നതുകൂടിയാണ് മറ്റു ചില പ്രേക്ഷകർ പറയുന്നത്. അതും ശരി തന്നെ എന്ന് പറയേണ്ടതുണ്ട്. കാരണം മോഹൻലാലിന്റെ ഹൈപ്ഡ് പടത്തിന് കിട്ടുന്ന റേഞ്ച് അല്ല തുടരുമെന്ന ചിത്രത്തിന് വന്നിരിക്കുന്നത്. ഹൈപ്ഡ് പടവും വേണം, പോസിറ്റീവ് റെസ്പോൺസും വേണം. എന്നാൽ ഇവിടെ പലതും സംഭവിക്കും. അത് പക്ഷേ ഇനി വരാൻ പോകുന്ന നടന്മാർക്ക് പോലും സ്വപ്നം കാണാനേ സാധിക്കുകയുള്ളൂ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? മോഹൻലാലിന്റെ ഈ ഗംഭീര റെക്കോർഡ് മറികടക്കാൻ ഏതെങ്കിലും നടന് കഴിയുമോ? അവർക്ക് ഇത്രയും ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?